السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين. صدق الله العظيم. ഈ ആഴത്തിൽ വദിൽ ഖുർബ വരെയാണ് നമ്മളത് ഒരാഴ്ച കൊണ്ട് എത്തിയിട്ടുള്ളത്. ഇന്ന് വൽ യതാമ എന്ന ഭാഗം പറയാം. അള്ളാഹിനോട് വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും നന്ദി ചെയ്യുക, മാതാപിതാക്കളെ അനുസരിക്കുക, കുടുംബബന്ധം ചേർക്കുക, അനാഥരെ പരിഗണിക്കുക. വൽ യതാമ. ആരാണ് അനാഥർ? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വാപ്പ മരിച്ചുപോയ കുട്ടികൾ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായപൂർത്തിയാകുന്നവരെ അവർ യതീമുകളാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പെണ്ണാണെങ്കിലും യതീമല്ല. പൊതുവെ നമ്മൾ പറയലുണ്ട് യതീം കുട്ടിനെ കെട്ടിക്കാൻ പിരിക്കുകയാണ്. 90% പാപ്പില്ലാത്തൊരു കുട്ടി എന്നർത്ഥമുള്ളൂ. കാരണം പ്രായപൂർത്തിയായതിനു മുമ്പ് കെട്ടിക്കാറില്ലല്ലോ. ആ പ്രായപൂർത്തിയായതിനു ശേഷം കെട്ടിക്കണത് യതീം കുട്ടിനെ കെട്ടിക്കുക എന്ന് കെറോഫിലാവൂല. ആ വാക്ക് ശ്രദ്ധിക്കണ്ട. പ്രായപൂർത്തിയാകണവരേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനും യതീമല്ലേ, എനിക്കും പാപ്പല്ലല്ലോ. പ്രായപൂർത്തിയായി കഴിഞ്ഞാല് പിന്നെ സഹായിക്കാണ്ടെന്നല്ല, യതീം എന്ന റോളിൽ കഴിഞ്ഞു. ആണുങ്ങളുടെ കൂട്ടത്തിൽ മൻ മാത്ത അബൂഹു, ബാപ്പ മരിച്ചാലാണ് യതീമാവ. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മ മരിച്ചാലും രണ്ടും യതീം തന്നെയാണ്. നമ്മളെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്, 2 കുട്ടികള്. തള്ളപ്പൂച്ചനെ റോഡില് ബസ് കെട്ടിയിട്ട് ചത്തുമുട്ട. ഈ കുട്ടികളെ നല്ലൽക്ക് പോറ്റിയാ സ്വർഗം കിട്ടും. മൃഗങ്ങളൊന്നും നിസ്സാരാക്കരുത്. മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായ ബോധവും ബന്ധവും ഇണക്കമൊക്കെ ഉണ്ട്. നമ്മളൊരു പൂച്ചനെ ശരിക്കും വീട്ടിൽ വളർത്തി വെക്കണേ, ചിലപ്പം കുട്ടികളെക്കാളും സ്നേഹം ഉണ്ടാവും പൂച്ചക്ക്. കുട്ടികളെക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആ നിലക്ക് അനുഭവിച്ചു എന്നല്ലായിരുന്നു കേട്ടോ. പൂച്ചന്റെ സ്നേഹം നന്നായിട്ട് അനുഭവിക്കണ ആളാ ഞാൻ. ഇവിടെ തന്നെ പൂച്ച ഉണ്ടായതിൽ നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നതല്ലോ. ഇവിടെ നമ്മളിട്ട് ഇണങ്ങി പിന്നെ പള്ളിൻ്റെ ഉള്ളിൽ കയറി പിന്നെ മൂപ്പര് ഇമാമത്തേക്കാളുള്ള പരിപാടിയായി. അവന് വല്ല കൊണ്ടാക്കിയാണല്ലോ. അത് ശരിയല്ല, എന്നൊക്കും തോന്നുമല്ലോ എന്താ ഇയാൾക്ക് സുഖല്യെന്ന്. അയാൾ അവസാനം മുമ്പ് എന്നെ ഒറ്റയ്ക്ക് ചെയ്യാം, ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ മീറാബിൻ്റെ ഉള്ളിലെത്തുക, മെമ്പർമ കയറുക, അങ്ങനൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അതിവിടെ നടക്കൂല. ഭയങ്കര ഇണക്കാണ്. ഞാൻ മുമ്പ് താമസിച്ച മാണൂർ, ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് അവിടെ നമുക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇതിലുള്ള പൂച്ച ആടും ഉണ്ടായതാണ്. ഇണക്കെന്ന് പറഞ്ഞാല് ഞാനിങ്ങോട്ട് വരുന്ന സമയത്തിന്റെ വണ്ടിന്റെ മുമ്പിൽ നിന്നിട്ട് കിടന്ന് എന്തൊക്കെ മറിഞ്ഞ് പോകാൻ സമ്മതിക്കാത്ത മാതിരി ഇത് കണ്ടു നിന്നിട്ട് എത്രയോ ആളുകൾക്കാര് അവിടെ അയൽവാസികൾ നോക്കാൻ തയ്യാറായിരുന്നു. ഉസ്താദ് പോയിക്കോളി, ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ നല്ലോ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ പോകാൻ സമ്മതിക്കല്ല. വാതിനൊക്കെ പോകാൻ ഒരു പ്രശ്നമില്ല, സമ്മതിക്കലുണ്ട്. ഇത് അതിനെന്തോ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നേരെ വണ്ടിക്ക് എടുത്തിട്ട് എന്നിട്ട് ഇങ്ങോട്ട് കൊടുന്നീന്നു. ഭയങ്കര എന്താണ് ആറ്റിങ്ങള് പൂച്ചകൾക്ക്. അതല്ലേ മഹാനായ ഹസൻ ബസ്ർ റളിയല്ലാഹു നല്ലൊരു പ്രഭാഷണമൊക്കെ നടത്തിയാൽ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് നിങ്ങൾ വയലായിട്ടിപ്പോ നന്നാണെന്നുണ്ട്, നന്നാവാനുള്ള വഴിയെന്ന് പറഞ്ഞിരുന്നു വെച്ചു. അപ്പൊ ആ കുട്ടീനോട് പറഞ്ഞു, കുൻ കൽ ഹിറാജി, പൂച്ചനെ പോലെയൊക്കെ പറഞ്ഞു. ഒരു മൂല്യരോട് നല്ലൽക്ക് നന്നാനുള്ള വഴി അയക്കുമ്പോ പൂച്ചനെ പോലെ അയക്കുമെന്ന് ദേഷ്യം പിടിക്കൂലേ? ഉസ്താദ് കളിയൊക്കെ ഇല്ലേ, നന്നാൻ വേണ്ടി ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ പറഞ്ഞു കുൻ കൽ ഖുറാബ്, എന്നാ പിന്നെ കാക്കനെ പോയി കേൾക്കും, നമ്മളെ കാക്കച്ചിനെ പോലെ പറഞ്ഞു. അപ്പൊ കുട്ടിയാന്ന് ഉസ്താദ് എനിക്ക് മരണം മരിക്കണം അതിനാണ് പറഞ്ഞത്. കുൻകത്തീക്ക്, എന്നാ കോയിനെ പോലേക്കോ.
അവസാനം ഈ കുട്ടി ചോദ്യം നിർത്തി. എന്തേന്ന് വെച്ച്, ഉസ്താദിന് ഗൗരവത്തിലെടുത്തില്ല, എനിക്ക് നന്നാൻ വേണ്ടി ചോദിച്ച കുൻ കൽബൽബി അവനെ നായനെ പോലെ അണ്ടിക്കളയാൽ. ഞാനൊക്കെ പറഞ്ഞ ഞങ്ങൾ വിവരം കിട്ടാൻ അറിയിച്ചു തരും. നന്നാൻ വേണ്ടി ചോദിക്കുമ്പോ 3-4 മൃഗത്തിന്റെ പേരെടുത്ത് പറയാം. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നിന്നപ്പോ ഹസൻ ബസ്രി വിശദീകരിച്ചു കൊടുത്തു, മോനെ ഞാൻ പറഞ്ഞത് ശരിയാണ്, കളിയാക്കിയതല്ല. കുൻ കൽഹിറ പൂച്ചനെ പോലെ ഇക്കോന്ന് പറഞ്ഞാൽ കുൻ തവാലിയൻ, നീ താഴ്മയുള്ള മനുഷ്യനിക്കോ എന്നതിന്റെ അർത്ഥം. കാരണം മൃഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല താഴ്മയുള്ള മൃഗമാണ് പൂച്ച. അതിന് എത്ര വിശക്കുന്നുണ്ടെങ്കിലും തിന്നാൻ ആർത്തി ഉണ്ടെങ്കിലും നമ്മൾ തിന്നനോട് വന്നിട്ട് മേത്ത് കൂടി കയറിയിട്ട് പ്ലേറ്റ് നിർത്തുകൊണ്ട് പോകില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് നേരെ വന്നിട്ട് മേയാവോ ഒരു കോളിമ്പല്ലടിച്ച് ഞാൻ വന്നിക്കണെന്നാണ് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കാതെ തിന്നുകയാണെങ്കിൽ തൊള്ളേക്ക് അങ്ങനെ നോക്കിക്കോ. ഒന്നും കൂടി പറയും, സൗണ്ട് ചെറിയ മാറ്റം ഉണ്ടാവും, എന്തെങ്കിലും തരും. പിന്നെയും നോക്കാതെ തിന്നുകയാണെങ്കിൽ സൗണ്ട് ഒന്നും കൂടി മാറും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, 3 സൗണ്ട് ആയിരിക്കും. ഒന്നും കൂടി മിയാവെന്ന് പറയും. വിശന്നിട്ടാണ് പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മിയാവ് എന്ന് പറഞ്ഞാൽ ഉടനെ കൊടുക്കണം. നമ്മളിതിങ്ങനെ മിയാവ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു ലെവലില്ല. വേഗം അതിനൊരു മീനിന്റെ കഷ്ണം കൊടുത്താൽ ചിലപ്പം സ്വർഗത്ത് പോലെ അതുകൊണ്ടായിരിക്കും. പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് സ്കിച്ചിട്ട് വന്നിട്ടായിരിക്കും തിന്നുന്നത്. പക്ഷെ അത് തിരിച്ചു വരുമ്പോൾ കുറെ അയ്യബത്ത് വന്നിട്ടുണ്ടാവും, അതിൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഉച്ചനെ പരിഗണിച്ചുകൊണ്ട് ഇതും അതും കൂടി കെട്ടിയിട്ട് നേരാണ് സ്വർഗത്തിൽ കൂടെ ചെയ്യും. പൂച്ചനൊന്നും എറിഞ്ഞാട്ടരുത്, നായനെ എറിഞ്ഞാട്ടരുത്. അതിന് വീട്ടിലെടുത്ത് ആവശ്യമില്ല വളർത്തണ്ട, പക്ഷെ എറിഞ്ഞാട്ടരുത്. ഞാൻ പറഞ്ഞേ അപ്പൊ നീ താഴ്മയുള്ള മനുഷ്യനെ ഇക്കോ എന്നാണ് പറഞ്ഞത്. പൂച്ചക്ക് നല്ല താഴ്മയാണ്. പിന്നെ പറഞ്ഞു നീ കോഴിനെ പോലെ ഇക്കോ. എന്താ കോഴി? നിങ്ങളൊക്കെ വീട്ടിലെ കോഴി നോക്കി, നമ്മള് തഹജ്ജുദിന് എണീക്കണതിന് മുമ്പ് കോഴി വെച്ചിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ ശരിയല്ലേ? ആ കൊക്കോന്നും മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണതിന് മുമ്പ് കോഴിക്കൂട്ടുനിന്ന് കോഴി വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. ചെറിയ കാര്യം. ഹദീസിൽ ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. ഇതാ സമയത്തും സ്വഹീഹ ഹദീസ് എവിടെയുണ്ട്? ഇമാം നബവി തങ്ങൾ അദ്കാർ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉണ്ടാക്കി പറയില്ല, ഹദീസാണ്. കോഴിന്റെ കരച്ചിൽ കേട്ട അള്ളഹാനോട് ദ്വാരനോളി എന്ന് മുഹമ്മദ് മുസ്തഫ. മലക്കൻ, കോഴി കരയണത് മലക്കിനെ കണ്ടിട്ടാണ് എന്നാണ്. അപ്പൊ തഹജ്ജുദിന്റെ മുമ്പ് തന്നെ കോഴി കര. അതിന് സമയം തെറ്റൂല. നമുക്ക് ചിലപ്പോൾ സമയം തെറ്റും, അതിന് സമയം തെറ്റൂല. ഞാനിത് ഒരിക്കലും ഒരു മൃഗങ്ങളെ കുറിച്ചൊരു ചർച്ച ഉണ്ടായി എനിക്ക്. അപ്പൊ ഞാൻ കോയിനെ കുറിച്ച് കുറെ കിതാബൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് വല്ലാതെ വിശദീകരിച്ചു ഞാൻ. കാരണം ഈ സുബീന്റെ മണിക്കിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാനത് അങ്ങനെയാണ് പറഞ്ഞപ്പോ ക്ലാസ്സൊക്കെ കേട്ടിട്ട് കുറച്ചൊരു മോഡേണിസ്റ്റായ ചെറുപ്പക്കാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. അവൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞൊക്കെ എനിക്ക് അംഗീകാരമായി, ആ കോയിന്റെ വാങ്ങൽ ശരിയായിട്ടില്ല. ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ച്. എന്റെ വരിയിലെ കോഴി 2.5 കൊക്കോ എന്നതിലുണ്ട്. അപ്പൊ എന്ത് സുബിയാന്ന് വെച്ചു. അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ ഓന്റെ പരിയത്ത് കോഴി ത്വരീക്കത്ത് കയറി കോഴിയാണ്. അല്ല, അതിന് സമയം നേരുന്നില്ല. കാരണം അള്ളാന്നുള്ളതിൽ പുറത്തുമുട്ട കോഴിയാണ്. അല്ല, ഞാൻ തമാശ പറഞ്ഞാട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ അവനോട് പറഞ്ഞ എനിക്ക് മനസ്സിലാത്തോണ്ടാണ്. ബാങ്ക് 2 ഐറ്റം ഉണ്ട്. ഒന്ന് സുബൈന്റെ ബാങ്കുണ്ട്, മറ്റൊന്ന് താജുദിന്റെ ബാങ്കുണ്ട്. ഈ പൊന്നാനി പള്ളിയിൽ നിങ്ങൾ പോയി കിടന്നു നോക്കാണേ, അവിടുന്ന് 3:30 ഒരു വാങ്ങ് കൊടുക്കുമ്പോ അത് കേട്ടിട്ട് അന്തല്ലാത്തൊരു സുബിയ സ്കെച്ച് ചെയ്യാണ്ടാണ് പോണത്. സുബിയാങ്കിന് ഇനി ഉണ്ടാവും. എന്തിനപ്പം നിങ്ങളിപ്പം മക്കത്ത് മതിയൊന്നും കേട്ടില്ല ആ വാങ്കല്ലേ? അതാണ് മൂപ്പര് സുബിയ സ്കെച്ച് കുടുങ്ങിയാണ് ആദ്യകാലത്ത് കേട്ടിട്ട്. അല്ല, ആദ്യകാലത്ത് ആരെ കേട്ടാൽ ഈ വാങ്ങിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. സുബിയാണ്ട് സ്കെരിക്കും. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് സുബിയ വാങ്ക് ഏറെ കൂടി. അത് തഹജ്ജുദിന്റെ വാങ്ങ്. അത് പൊന്നാനിയിൽ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിലനിർത്താന്ന് പറയാൻ നിൽക്കണ്ട. ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഇപ്പൊ സുബീക്ക് തന്നെ ആള് വരും, ഞാൻ താജുദിനും കൂടി കൊടുത്താല് മനസ്സിലായില്ലേ? ഇവിടെ ഒന്നും നിലനിർത്തണ്ട. ഉള്ളോടത്ത് അങ്ങനെയാണ് പോയിക്കോട്ടെ, ഇല്ലാത്തോടത്ത് ഉണ്ടാക്കും വേണ്ട. അങ്ങനെയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ ബന്റെ കോഴി ചിലപ്പം പുറത്തമുട്ടലുണ്ടാവും. അപ്പൊ അതിന് താജുദിന് മുതൽ കൊടുത്തു വരികയാണ്. ബനാതറിയില്ല. കോഴി സുബീന്റെ മുമ്പ് എങ്ങനാലും കൊടുക്കും, തെറ്റൂല. ഇതാ സമയത്തും സിയാഹത്തേക്ക് മൂന്നാമത് ഹസൻ, ആ വിഷയം അതിലും പൂർത്തിയാകട്ടെ. മൂന്നാമത് ഹസൻ ബസ്രി ഞങ്ങൾ പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കോയിനെ പറഞ്ഞു, കാക്കനെ പറഞ്ഞു. കുൻകൽ ഖുറാബി, എന്നാ കാക്കനെ പോലേക്ക് വന്നു. കാരണം കാക്കച്ചിക്കൊരു ഇതുണ്ട്. കാക്ക നമ്മളെ അടുത്ത് ഓടി വന്നാലും നിങ്ങളൊരു അപ്പകഷ്ണം എടുത്ത് നോക്കാണെ നേരെ വന്നിട്ട് കൊത്തിയെടുത്തിട്ട് പോവാം. ഇങ്ങനെ വന്നിരിക്കും. എന്താണ് നോക്കണേ? ഇത് എടുത്തിട്ട് ആരും കാണാതെ കഴിച്ചില്ലാൻ പറ്റുമെന്നാണ് നോക്കണത്.
നേരെ മറിച്ച് ഇട്ടുകൊടുത്ത ആൾ അവിടെ ഉണ്ടെങ്കിൽ കാക്ക അനങ്ങൂല. ഈ നോട്ടം എന്തിനാരോ അങ്ങനെ തന്നെ ലോക്കല് നിന്നെ കാക്കാന്ന് പറയരുത് കേട്ടോ. ഈ നോട്ടം എന്തിനാന്ന് വെച്ചാൽ അതാണ്. ഇത് സംഗതി കണ്ടും ചെയ്ത് ആരും കാണാതെ എടുത്തിട്ട് കഴിച്ചിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. തെറ്റുകൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. എന്നാ തെറ്റ് ചെയ്യൂല. കാരണം ആരും കാണാതെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഖലാസ്, ആരും കാണാതെ തെറ്റ് ചെയ്യാൻ പറ്റൂല. പണ്ടൊരു ഉസ്താദ് കുട്ടികളെ പരീക്ഷിച്ചില്ല. ആ കുട്ടിക്ക് എന്നോട് ഭയങ്കര സ്നേഹ ഉസ്താദിന്, മറ്റുള്ളവരുള്ളതിനേക്കാൾ. അപ്പൊ കുട്ടികൾക്ക് അവനോട് മാത്രം അമിതമായ സ്നേഹപ്പോഴേ ഉസ്താദ് അവൾക്കൊരു പരീക്ഷ നടത്തി. എല്ലാവരുടെ കയ്യിലും പഴം കൊടുത്തു. എന്നിട്ട് പറഞ്ഞേ ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് തിന്നാണ് വരുന്നത്. കുട്ടികളെല്ലാരും പരന്റെ ഉള്ളിലും പോപ്പന്റെ ഉള്ളിലാക്കിയിട്ട് നന്നായിട്ട് ചാമ്പി. ഇപ്പം ഞാൻ മാങ്ങി പിടിച്ചിങ്ങോട്ട് തന്നെ വന്നു. എന്തേ എനിക്ക് സ്ഥലം കിട്ടില്ല, ഞാൻ എവിടെ പോയാലും അള്ളാണ് ഇവിടെ. ഇതാണ് പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ തോറ്റുപോകാൻ ജയിച്ച്. അതാണ് അപ്പൊ കാക്കനെ പോലെക്കോ എന്നാ തെറ്റ് ചെയ്യൂല. അതാണ്. നാലാമത്തെ നായനെ പോലെക്കോ. കാരണം നായ യജമാന ഭക്തിയുള്ള ജീവിയാണ്. യജമാന ഭക്തിയാണ്. ജർമ്മനിയിൽ മുമ്പ് ഒരു സംഭവം നടന്നു. അവിടെ പട്ടി ആരാധകരുണ്ടായിരുന്നു. ഒരാള് വീട്ടില് പട്ടിനെ നോക്കും, പക്ഷെ ഒരു ദിവസം ദേഷ്യം പിടിച്ചപ്പോ അടിച്ചു. പട്ടിന്റെ ഈ മൂർദാവിന്റെ വടികൊണ്ട് അടിയിട്ട് ഒരു മുറിയായി ചോര പൊട്ടി. പട്ടി ആരാധകർ കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തു. അന്നത്തെ ജഡ്ജിയും പട്ടി ആരാധകനാണ്. ദൈവത്തെ അടിച്ച് മുറിവേൽപ്പിച്ചതല്ലേ. ഭയങ്കര ഗൗരവത്തിലെടുത്ത് അടിച്ചവനെ തൂക്കിക്കൊല്ലണം എന്നായി. ഇയാളെ കൊടുന്ന് 10,000-കണക്കിന് ആളുകൾ കാണാൻ തൂക്കുമരത്തിന്റെ അടിയിൽ മനുഷ്യൻ ഇങ്ങനെ നിർത്തിയതാണ്. കൂടെ പട്ടിയുണ്ട്. കാരണം പട്ടി ഇയാളെ പിരിഞ്ഞു പോകില്ല. അടിയിട്ടിക്കണ പക്ഷെ പിരിഞ്ഞു പോകില്ല. തൂക്കാൻ നേരത്തെ ഇയാൾ വെച്ചു, ഞാൻ പട്ടിനെ അടിച്ചതിന്റെ പേരിലല്ലേ നിങ്ങൾ തൂക്കിക്കൊല്ലണത്, ഞാൻ അതിന് സ്വീകരിക്കാൻ തയ്യാറാ, ഞാൻ അടിച്ചിട്ടുണ്ട്, അതന്നെയാണ് ഈ മുറി, നിഷേധിക്കണില്ല, നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ ഞാൻ അടിച്ച കാരണത്താൽ പട്ടിക്ക് പരാതി ഉണ്ടോ ഇല്ല എന്നുള്ള നിങ്ങളൊന്ന് അന്വേഷിക്കണമല്ലേ അല്ലേ, എന്നിട്ടല്ലേ തൂക്കിക്കൊല്ലാവോ? അത് ന്യായമല്ലേ? ജഡ്ജിക്ക് തോന്നി അത് ന്യായമാണെന്ന്. പട്ടിനോടൊക്കെ അന്വേഷിക്കാൻ പറ്റുന്ന സംവിധാനം എന്നും ഉണ്ട്, അന്നും ഉണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട് പട്ടിപൂജകന്മാർ. ശരിക്കും അവരോട് പട്ടി ഇങ്ങനെ സംസാരിക്കും. നിങ്ങൾ മൊബൈൽ എടുത്തൊക്കെ അതിൽ പ്രധാനപ്പെട്ട ആളാണ് ദിലീപ് ഏട്ടൻ. കുറച്ച് പ്രായമുള്ള ആളാണ്. ആൾക്ക് 3 പട്ടികളുണ്ടായിരുന്നു. ഒരു പട്ടി മരിച്ചു. ആള് മരിച്ചു എന്ന് തന്നെ പറയില്ല, ഏറ്റവും മുന്തിയ ഭാഷയൊക്കെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ 2 പട്ടികളുണ്ട്. ഞാൻ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ മൊബൈലിൽ അടിച്ചാൽ കിട്ടും. 2 പട്ടികൾ. ആള് പറയാം കണ്ണെടുത്തോണ്ടിരാൻ പറഞ്ഞാൽ ഈ പട്ടികൾ കണ്ണെടുത്തോണ്ടിരാം, പത്രം എടുത്തോണ്ടിരാൻ പറഞ്ഞാൽ പട്ടികൾ പത്രം എടുത്തോണ്ടിരാം. ചോട്ടു എന്നുള്ളൊരു പട്ടി അതിനുണ്ട്, അയാൾക്കുണ്ടായിരുന്നു. ആ ദിവസം ഇങ്ങനെ വെറുതെ അതിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നിട്ട് ചോട്ടു എന്നുള്ള പട്ടി അടുത്തുണ്ട്, പക്ഷെ പുറത്തു പോയി വരികയാണ്. എന്നിട്ട് ഇയാളിങ്ങനെ പറയുന്നുണ്ട് ചോട്ടു. അപ്പൊ ചോട്ടു അങ്ങനെ കുരക്കുന്നുണ്ട്. അപ്പൊ അയാൾ ചോട്ടു. ആ സമയത്ത് ഈ ചോട്ട് ചെയ്യുന്ന ഉള്ളിൽ പോയിട്ട് കണ്ണെടുത്ത് കൊടുക്കുന്നത്. കാരണം കണ്ണിന് കാഴ്ച ഇല്ലാത്തോണ്ടാണ് ഈ ചോദിക്കണെന്നുള്ളവർക്ക് ഉള്ളിൽ പോയിട്ട് കണ്ണെടുത്ത് കൊടുക്കുന്നത്. ഇണങ്ങിയ അങ്ങനെയാണ്. ഇക്കാര്യം കുട്ടികളെ ചെയ്യൂല. കുട്ടികൾക്ക് കണ്ണടത്തോണ്ടാന്നാട് പറയേണ്ടി വരും. 4 മടിയണേക്കാരോ ഇത് മനസ്സിലാക്കി ചെയ്തു. അതിനാണ് ബിറ് എന്ന് പറയാം. ബിറ് എന്ന് പറഞ്ഞ അതിലാണ്. അപ്പൊ യജമാന ഭക്തിയുള്ള ജീവിയാണ് നായ, പട്ടി എന്നത്. ഈ ജർമ്മനിയിൽ ഏതായാലും തൂക്കിക്കൊല്ലാൻ നേരത്തെ ഇയാൾ പറഞ്ഞു പട്ടിനോടങ്ങളൊന്ന് അന്വേഷിക്കണ്ടേന്ന്. അപ്പൊ 1000-കണക്കിന് ആളുകളുടെ ഇടയിൽ യജമാനൻ തന്നെ നോക്കി വളർത്തി കുളിപ്പിച്ച് ഭക്ഷണം നൽകിയ ആളിങ്ങനെ ബേജാറിന്റെ സ്ഥിതിയിൽ നിൽക്കുകയാണെന്ന് ഈ പട്ടിക്ക് മനസ്സിലായി. ഉടനെ പട്ടി കാൽമക്കൂടി ചവിട്ടി മുട്ടുമ കാല് വെച്ചിട്ട് തോളിലാണ്ട് ഇരുന്നിട്ട് ഇയാളെ കണ്ണീരിങ്ങനെ നാവുകൊണ്ട് നക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ തുടങ്ങി. കയ്യേറ്റ് ഇയാൾക്ക് ഇങ്ങനെ തടവി കൊടുക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ജഡ്ജി പോലും കരഞ്ഞുപോയി. ജഡ്ജിനെ കൊല്ലണ്ടാണ്. കാരണം ഒരുപോലുള്ള ബന്ധം അങ്ങനെയാണ്. പട്ടിക്കറിയാം അടിച്ചത് ഇയാളാണെങ്കിലും ഭക്ഷണം തരുന്ന ഇയാളാണ്. ആ ഒരു സ്നേഹവും ഇണക്കമാണ് ആ കാണിക്കുന്നത്, യജമാന ഭക്തി. ഈ ആലോ ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പില് ഒരു പട്ടിന്റെ പേരിൽ സ്മാരക ഷെഡ് ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചപ്പോ അവിടെ പട്ടിനെ നോക്കുന്ന ആളും പട്ടിയും കൂടി എന്നും കുളിക്കാൻ പോകും. ഒരു ദിവസം കുളിക്കാൻ പോയപ്പോ ഇയാളെ കുളത്ത് കൈ പുഴയ്ക്ക് ഇറങ്ങാൻ പട്ടി തീരെ സമ്മതിക്കണില്ല. അങ്ങോട്ട് പോയിട്ട് തടഞ്ഞിട്ടും ഇങ്ങോട്ട് നടഞ്ഞിട്ടും വാലുകൊണ്ട് അങ്ങോട്ട് തട്ടിയിട്ടും അവസാനം ഇയാളെ ഇറങ്ങാൻ കണ്ടപ്പോ പട്ടി പുഴയ്ക്ക് എടുത്താണ്ട് ചാടി. അപ്പൊ ഒരു ചീങ്കണ്ണി വന്നിട്ട് പട്ടിനെ കടിച്ചാണ്ട് കൊണ്ടേ.
അപ്പൊ ഇതിന്റെ അടിയിൽ ഈ ചീങ്കണ്ണി വന്ന് നിൽക്കണ പട്ടി കാണുന്നുണ്ട്. എന്റെ യജമാനൻ ഇറങ്ങിയാൽ കടിച്ചു കൊല്ലും, എന്നാൽ ഞാൻ പോയാലും വേണ്ടിയില്ല, യജമാനന് പരിക്കേൽക്കരുത് എന്നൽക്കാണ് ആ ചാടിയത്. ഇനി ഖുർആനിലേക്ക് ഇങ്ങോട്ട് വരും. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. ഈ പറഞ്ഞത് മുഴുവനും കുതിരനെ കുറിച്ചാണ്. കുതിര ഒരു മൃഗത്തെ കുറിച്ചാണ്. യജമാന ഭക്തിയുള്ള കുതിര. യുദ്ധക്കളത്തിൽ യജമാനെ തടഞ്ഞുകൊണ്ട് സംരക്ഷണ വലയം തീർക്കുന്ന കുതിര. ഇതിങ്ങനെ പറഞ്ഞിട്ടല്ല പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബി ലകനൂദ്, മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ കുതിരന്റെ നന്ദി പോലും എനിക്കില്ല എന്നാണ്. അപ്പൊ ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല, ഖുർആൻ ലാസ്റ്റ് ഓതാൻ വിചാരിച്ചതാണ്. ഇനി അങ്ങനെ നന്ദികേടുള്ള ആളുകൾ അല്ലാഹു തആല എത്തിച്ചത് എവിടെയാണ്? ഉലൈക കൽ അൻആം കഴിഞ്ഞില്ല, ബൽഹും അളൽ, പട്ടിന്റെ അപ്പുറത്താണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിൽ പ്രധാനപ്പെട്ടാണ് മക്കളില്ലാത്ത, ഉമ്മയില്ലാത്ത മൃഗങ്ങൾ. അത് യതീമാണ്, നല്ലോണം പരിഗണിക്കണം. നായനെ പോലും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ അമാന്തം കാണിക്കരുത്. പട്ടിണി കിടക്കുന്ന ഏതൊരു മൃഗത്തിനും ഭക്ഷണം കൊടുക്കണം. നായക്ക് വെള്ളം കൊടുത്തിട്ട് വേശ്യസ്ത്രീ സ്വർഗത്ത് പോയി എന്ന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. പൂച്ചയെ കെട്ടിയിട്ടിട്ട് അതിന് അന്നം കൊടുക്കാത്തതിന്റെ പേരിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്ത്രീ നരകത്തിലും പോയി. ഇത് രണ്ടും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. ആ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണം. ആ സമയത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള മക്കളാണെങ്കിലോ അത് യതീമാണെങ്കിൽ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ എന്നിട്ട് പറഞ്ഞു, ഭയങ്കര ഡിപ്രഷനാണെന്ന് പറഞ്ഞു. കണ്ട് തീർന്നിട്ടില്ല, ഉറക്കം കിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ മരുന്ന് എന്താ പറഞ്ഞ അർത്ഥം? ഒരു യതീമായ കുട്ടിനെ അണച്ചിട്ട് തലയിൽ കൈവച്ചാൽ നിന്റെ ഡിപ്രഷൻ പമ്പ് കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരുന്ന് നോക്കാണ് നിങ്ങള്. വിഷാദ രോഗം മാറാൻ ഔഷധം യതീമിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുക എന്ന് പഠിപ്പിച്ച ആളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മുടികൾക്കിടയിലൂടെ മൃദുലമായ കൈ ഇങ്ങനെ ചലിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ അല്ലാഹു സമാധാനം നിറച്ചു തരും. ആ കുട്ടിന്റെ അപ്പോഴത്തെ അവസ്ഥ അതാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായപ്പോൾ ചെറിയ മക്കളാണ്. തിരിച്ചു വന്നപ്പോൾ അള്ളാഹിന്റെ റസൂല് ആ വീട്ടിലേക്ക് പോയി. കുട്ടികൾ ബാപ്പാനെ കാത്തിക്കുകയാണ്. ബാപ്പ 2-3 കഷ്ണായിട്ടുണ്ട്. ഷഹീദായ ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഉള്ളിൽ നിന്ന് ചോദ്യം വന്നു, എന്റെ ഭർത്താവ് എവിടെ യാ റസൂലല്ലാഹ്? അള്ളാന്റെ റസൂൽ ഈ ചോദ്യത്തിന് മുമ്പിൽ പൊട്ടിയാണ് കരഞ്ഞു. ജഅഫർ അള്ളാന്റെ യതീം കുട്ടികളെ മുത്ത് മുസ്തഫ മടിയിലിരുത്തിയിട്ട് തലോടാൻ തുടങ്ങി. ആ കുട്ടികൾക്കുള്ള പരിപാലനം ഹബീബ നബി ഏറ്റെടുത്തു. യതീം കുട്ടികൾ ഒരിക്കല് കൂട്ടപ്പര, നമ്മളെ നാട്ടിലൊക്കെ പറയും കൂട്ടപ്പര. നമ്മളൊക്കെ കളിച്ചിരുന്നത് ഈ മണ്ണൊക്കെ എടുത്തിട്ട് പിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഞാൻ കളിച്ചിരുന്നേ. ഇപ്പൊ കുട്ടികളെ കളിക്കാനൊന്നുമില്ല, കാരണം ഇപ്പൊ അതിനേക്കാൾ ഐഫോണല്ലേ കയ്യിൽ. എന്ത് കൂട്ടപ്പര, ഇത് തോണ്ടേണ്ടതായിരിക്കല്ലേ. നമ്മളൊക്കെ അങ്ങനെ കളിച്ചിട്ട് വളർന്ന ചുട്ടി എന്താ അതിന് പേര്, ഇങ്ങനെ പട്ടും ചുള്ളിയും ചട്ടിപ്പന്ത് കുട്ടിപ്പര, ഇതിന്റെ ഇങ്ങനെ നമ്മളെ വളർന്നത്. ഇപ്പൊ നിങ്ങൾ മഷിട്ട് നോക്കിയാവൊന്നും കാണൂല. യാ റബ്ബ്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ കുട്ടിപ്പര ഉണ്ടാക്കിയിട്ട് മണ്ണോണ്ട് ഇങ്ങനെ മിഠായി ഒക്കെ ഉണ്ടായിട്ട് കളിക്കുകയാണ്. ആ കടയിലേക്ക് വന്നിരുന്നു മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അവിടെ നിന്നായിരുന്നു വേറെ കച്ചവടത്തിൽ ഈ ബർക്കത്ത് കൊടുക്കണേ ഈ കുട്ടികൾക്ക്. ഈ കുട്ടികളെ യതീം കുട്ടികളെ കടയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു, വേറെ കച്ചവടത്തിൽ ഈ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് യാ റബ്ബ്. സുബ്ഹാനല്ലാഹ്. പാവങ്ങളുടെ കാര്യം പറയുമ്പോ കൽബ് പടിയാ. യതീം കുട്ടികളെ കാണുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒപ്പം മരിച്ചപ്പോ ഞാൻ യതീം കുട്ടിയാണ്. ഞാൻ മുഴുവനാക്കണില്ല. ഇടക്കിടക്ക് ഇപ്പൊ എൻ്റെ കബറിങ്ങ് പോയിട്ട് ഇങ്ങനെ പൊട്ടിക്കാര്യം. ഒരിക്കൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോ കക്കാട് അസ്ർ നിസ്കരിക്കാൻ വേണ്ടി കയറി. തിരിച്ചു വരുമ്പോ കുറച്ച് പ്രായമുള്ള ഒരു മൗലിയര് അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. നമ്മൾ ഈ ധൃതി പോകുമ്പോ സലാം അടക്കിയിട്ട് മെല്ലെ കയറില്ല. എന്നെ അറിയുമെന്ന് വെച്ച് ഞാൻ ആന്ന് പറഞ്ഞു. ആരാന്ന് വെച്ചാൽ അതിൽ കൊടുക്കുകയും ചെയ്ത്. അല്ല ഞാൻ കൊളർത്തല്ല,
ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലായിടത്തും കാണലുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് എന്നാ ഞാൻ പറഞ്ഞുതരാറ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വലിയൊരുന്നാളിന്റെ തലേന്ന് മാരിവേശാന്റെ ഇടയില് പാപ്പാന്റെ കബറിലുള്ള മൈലാഞ്ചി കൊമ്പും പിടിച്ചിട്ട് തേങ്ങി തേങ്ങി കരഞ്ഞില്ലേ, അന്ന് നിങ്ങൾക്ക് 13-13.5 വയസ്സാണ്. അപ്പൊ അടുത്ത് കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഇറച്ചി പൊറാട്ടി വാങ്ങി തന്ന ഒരാൾ ഓർമ്മ ഉണ്ടോന്ന് വെച്ചാൽ അത് ഞാനായിരുന്നു. എനിക്കാണ് കരച്ചിൽ വന്നത്. വാപ്പല്ല, അന്നാണെങ്കിലോ ആരെടുത്തും പൈസ ഇല്ല, ഭക്ഷണം ഇല്ലാത്തോണ്ട് കാര്യമല്ല. എന്നാലും അയാൾ ആ സ്നേഹം തന്നപ്പോ നമുക്കുണ്ടായിരുന്ന ഒരു സമാധാനം വലിയൊരു സമാധാനല്ലേ. എത്തിയും കുട്ടിക്ക് അറിയുള്ളത് വാപ്പാന്റെ സ്ഥാനത്ത് നിന്നോടുത്തിട്ട് ഒപ്പം നിന്നിട്ട് സഹായിക്കുക തലോട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ സമയത്ത് കിട്ടുന്ന ആശ്വാസം വലിയ ആശ്വാസമാണ്. വലിയ എത്താമ ഒറ്റ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു കള്ളുടിയൻ ഒരിക്കല് കള്ളുടിച്ച് തിരിച്ചു വരുമ്പോ 3 എത്തിയും കുട്ടികളെ വരി കൊടുത്തു. ഇത് എവിടെ ഉണ്ടെന്ന് അറിയാം, ഞാൻ വെറുതെ പറയില്ല, ഉസ്താമാരെ കുറെ കേൾക്കണവരാ. സക്രാത്തുൽ മൗത്തി വശിദ്ദത്തു എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലിക്ക് ഒരു കിതാബുണ്ട് റളിയല്ലാഹു അൻഹു. അതിന്റെ 17ാമത്തെ പേജിൽ ഞാൻ ഈ പറയുന്ന സംഭവമുണ്ട്. കള്ളുടിയനാണ്, പക്ഷെ 3 എത്തിയും കുട്ടികളെ കൊടുത്തു. ഭാര്യനോട് പറഞ്ഞു ഇവര് വാപ്പല്ലാത്ത കുട്ടികളാണ്, ഇന്നു മുതൽ ഇവരെ വാപ്പ ഞാനാന്ന് പറഞ്ഞു, ജീവല നോക്കണം എന്നാണ്. സംഗതി കള്ളുടിയനാണ്. അയാളെ മത്തൊക്കെ മാറി. രാത്രി അയാൾ എണീറ്റ് കുളിച്ച് കയ്യാണ്ട് പൊക്കിയിട്ട് ഇതായിരുന്നു, അള്ളാഹുവേ ഞാൻ തമ്മാടിയാണ്, എല്ലാ ദിവസവും കള്ളുടിക്കും, പക്ഷെ ഇന്ന് ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ട്. വലിയ താമ ഈ എത്തിയും കുട്ടികളെ വീട്ടിൽ കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അവരെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അവര് പട്ടിണി കിടന്ന് കരയുന്ന ആളുകളായിരുന്നു. ബാപ്പല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ബാപ്പയായിട്ടുണ്ട്. ഈ നന്മ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഈമാനോടെ മരിപ്പിക്കണേ അള്ളാഹ്. അന്ന് രാത്രി മരിച്ചു അയാള്. ഇത് ജനങ്ങൾ അറിയില്ല. ജനങ്ങൾ എന്നും കുടിയാനല്ലേ, ജനങ്ങളെ അയാളെ ബഹിഷ്കരിച്ചു, മയ്യത്തായിട്ടും തിരിഞ്ഞു നോക്കില്ല. അന്നുള്ള വലിയൊരു മഹാന് അള്ളാഹു കൽബിയായ ഇൻഫർമേഷൻ കൊടുത്തു. ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരാളുണ്ട്, അവൻ സ്വർഗത്തിലാണ്, അവൻ്റെ എല്ലാ മയ്യത്ത് സംസ്കരണത്തിലും നിങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇയാൾ വന്ന് നോക്കുമ്പോൾ നാട്ടുകാരെ കൊഴിഞ്ഞിട്ടുണ്ട്. ഭാര്യ മാത്രം കുളിപ്പിച്ചിട്ട് തോളിലേറ്റിയിട്ട് അന്നൊരു മലന്റെ ചെരുവിലാണ് ശ്മശാനം ഉള്ളത്, അങ്ങോട്ട് കൊണ്ടുപോകണം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭാര്യ കുടുങ്ങിങ്ങനെ നിൽക്കുകയാണ്, എങ്ങനെ ബന്ധം കാട്ടുക എന്ന ആൾക്ക്. ഇയാൾ വന്ന് ഇറങ്ങി എല്ലാ കാര്യം ഏറ്റെടുത്തു, കബറടക്കി തിരിച്ചുപോയി. ആളുകൾ ചോദിച്ചു ഇയാളോട്. ഇയാൾ പറഞ്ഞു എനിക്ക് കൽബിലൊരു ഇൽഹാം, ശരിക്കുള്ള വഹിയല്ല അത്, നമുക്കൊക്കെ ചിലപ്പം വരാം, ചിലപ്പം തെറ്റാ. ഇൽഹാമിനെ ലൈനാവും, ഇൽഹാമിനെ റഹീം ആയിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രം. പക്ഷെ അള്ളാഹിറ്റ് കൂടുതൽ അടുത്ത ആളുകൾക്ക് കിട്ടണമൊക്കെ അള്ളാഹിൽ നിന്നുള്ള മെസ്സേജുകളായിരിക്കും. അങ്ങനെയാണ് ഭാര്യനോട് അന്വേഷിച്ചത്. ഈ നാട്ടുകാർ പറഞ്ഞതും ഇയാളുടെ സ്വഭാവം തമ്മിൽ പൊരുത്തക്കേടുണ്ടോ, ശരിയാണോ? ഭാര്യ ഒന്നൊക്കെ ശരിയാണ്, പക്ഷെ മരിക്കണമെന്ന് അയാൾ ഇങ്ങനെ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. എത്തിയും കുട്ടികളെ എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാപ്പയാണ് ജിമ്മയാണ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് രാത്രിയാണ് മരിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് ഈ ഗുണം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് വലിയ എത്താമ വളരെ ശ്രദ്ധിക്കണം. അയൽവാസികളുടെ കൂട്ടത്തിൽ എത്തിയും കുട്ടികളുണ്ടെങ്കിൽ